ഹായ്, നമസ്കാരം. ഒരു പ്രത്യേക വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭാഷണം. കഴിഞ്ഞ കുറച്ചു ദിവസമായിട്ട് നമ്മൾ പത്രങ്ങളും ടെലിവിഷനും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പൊതു ആരോഗ്യ രംഗം വലിയ പ്രതിസന്ധിയെ നേരിടുന്നു എന്നുള്ളൊരു ചിത്രമാണ് മനസ്സിലേക്ക് വരുന്നത്. മെഡിക്കൽ നെഗ്ലിജൻസിന്റെ ഭാഗമായിട്ട് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഒരു കത്രിക ഒരു രോഗിയുടെ വയറിൽ അകപ്പെടുന്നു, പിന്നീട് അത് നീക്കം ചെയ്യുന്നു. പക്ഷേ പമ്പരക്കണക്കിനുള്ള പരമ്പരകളാണ് മാധ്യമങ്ങളിൽ വരുന്നത്. ഇത് ആദ്യത്തെ സംഭവമാണോ മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറയുന്നത്? അല്ല. ഇപ്പൊ എന്റെ മുമ്പിൽ ഒരു വാർത്താശകലമുണ്ട്. 2024 സ്വകാര്യ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്കിടയിൽ യുവതിയുടെ വയറ്റിൽ കുടുങ്ങിയ കത്രിക കണ്ടെത്തി. പിന്നീട് ഈ കത്രിക ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് നീക്കം ചെയ്തു. ഇപ്പോൾ കാണുന്ന പുകലൊക്കെ അന്ന് ആരെങ്കിലും പത്രങ്ങളിൽ കണ്ടിരുന്നു? പരമ്പരകളും പങ്ക്തികളും വട്ടം കറക്കണ വാർത്തകളൊക്കെ കണ്ടിരുന്നു? ഇല്ല. എന്താ ഇതിന് കാരണമുണ്ട്. അവിടെയാണ് ഈ സ്വകാര്യ മൂലധനത്തിന്റെ ഒരു കയറിപ്പിടുത്തം. കഴിഞ്ഞ ദിവസം ദേശീയ തലത്തിൽ ചർച്ചയായ ഒരു വിഷയമുണ്ട്. എന്താണെന്നറിയോ? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളിലെയൊക്കെ, അതായത് പ്രധാനപ്പെട്ട ആശുപത്രികളിലൊക്കെ പിടിമുറുക്കിയിരിക്കുന്നത് PE ഫേംസ്. എന്താണ് ഈ PE ഫേംസ്? പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് എന്ന് പറഞ്ഞാൽ ഒരു ആശുപത്രിയുടെ ഉടമസ്ഥനായോ ഡോക്ടറുമായിട്ടോ യാതൊരു വൈകാരിക ബന്ധമില്ലാത്ത ഏതോ വിദൂര ദേശത്ത് കിടക്കുന്ന സ്വകാര്യ മൂലധന കമ്പനികൾ, PE ഫേംസ്. അപ്പൊ ഇന്ത്യയിലെ ഏറെക്കുറെ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ 50% കഴിഞ്ഞ ഏതാനും വർഷം കൊണ്ട് ഈ PE സ്വകാര്യ ഓഹരി കമ്പനികളുടെ കയ്യിലേക്ക് വന്നിരിക്കുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികൾ, അതിപ്പോ നമുക്ക് അസ്ത്ര എടുക്കാം, നിംസ് എടുക്കാം, എല്ലാ ആശുപത്രികളും ഈ PE ഫേംസിന്റെ പിടിയിലാണ്. ഇത് ആരൊക്കെയാണ് ഈ PE ഫേംസ് എന്ന് പറയുന്നത്? ഒരുപക്ഷെ നമ്മുടെ സാധാരണ വായനക്കാരനും പ്രേക്ഷകനും അറിയില്ല. ബ്ലാക്ക് സ്റ്റോൺ. ആരാണ് ബ്ലാക്ക് സ്റ്റോൺ? അമേരിക്കയിലെ ഒരു കമ്പനിയാണ്. KKR, അതും അമേരിക്കയിലെ കമ്പനിയാണ്. ഇനി വേറൊരു തമാസക് ഹോൾഡിംഗ്, അത് സിംഗപ്പൂർ ബേസ്ഡ് ആണ്. അങ്ങനെ നമുക്കൊന്നും അറിയില്ല ഇവരാരൊക്കെയാണ്. ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട ആശുപത്രികളൊക്കെ ഈ പറയുന്ന PE പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് ഏറ്റെടുക്കുകയാണ്. ഇവർക്കൊരൊറ്റ കാര്യത്തില് നിർബന്ധമുണ്ട്. എന്താണെന്നറിയോ? ഓരോ രോഗിയെയും ഒരു പ്രോഫിറ്റ് സെന്റർ ആയിട്ടാണ് കാണുന്നത്. ഒരു രോഗിയിൽ നിന്ന് ആ ആശുപത്രി വാങ്ങുന്ന തുക ആക്കണം. അപ്പൊ ഇവർക്ക്, നിങ്ങൾ വിചാരിക്കും ഒരു കമ്പനിയുടെ ഒരു ഉടമസ്ഥത മറ്റൊരു സ്ഥാപനം ഏറ്റെടുത്ത് കഴിയുമ്പോൾ അവർക്കത് മുമ്പോട്ട് കൊണ്ടുപോകണ്ടേ? ഇല്ല, ഇവർക്കത് മുമ്പോട്ട് കൊണ്ടുപോകണ്ട. ഇവരുടെ പരിപാടി എന്തെന്നറിയോ? ഇവര് ഒരു സ്ഥാപനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും, പക്ഷെ നടത്തിപ്പ് മുഴുവൻ മറ്റുള്ളവർക്ക് ചുമതല വെച്ചു കൊടുക്കും. നടത്തുന്നവർ തന്നെയായിരിക്കും നടത്തുക. ഒരു പ്രത്യേക ഘട്ടം എത്തി കഴിയുമ്പോൾ അവരുടെ വാല്യുവേഷൻ വർദ്ധിച്ചു കഴിയുമ്പോൾ അവരിത് വിറ്റൊഴിഞ്ഞ് പോകും. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമാകും. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിൽ മാത്രം നടക്കുന്നതല്ല, രാജ്യത്ത് നടക്കുന്നത്. ഇപ്പോൾ കേരളത്തിന്റെ ഒരു ചിത്രം പരിശോധിക്കാം. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ പൊതു ആരോഗ്യ മേഖലയ്ക്കെതിരെ ഇതുപോലുള്ള ഒരു ആക്രമണം നടക്കുന്നത്? എന്താ കാരണം? ഈ സ്വകാര്യ മൂലധന ഓഹരി കമ്പനികൾക്ക് നിയന്ത്രണമുള്ള ആശുപത്രി ശൃംഖലയെ കാര്യക്ഷമമായി പ്രതിരോധിക്കുന്നത് നമ്മുടെ പൊതു ആരോഗ്യ രംഗമാണ്. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തതുപോലെ നമ്മുടെ ഗ്രാമീണ ഡിസ്പെൻസറി മുതലുള്ള താലൂക്ക് ആശുപത്രി, മെഡിക്കൽ കോളേജൊക്കെ അത്ഭുതകരമായ രീതിയിൽ 50% രോഗികളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കാൻ വേണ്ടി മുമ്പിട്ടിറങ്ങുകയാണ്. ഇപ്പൊ OPD എടുക്കുക. OPD എടുത്തു കഴിഞ്ഞാൽ പബ്ലിക് സെക്ടറിലെ OPD എന്ന് പറയുന്നത് 50%. എന്ന് പറഞ്ഞാൽ 100 പേരിൽ 50 പേര് പൊതു ആരോഗ്യ രംഗത്തെയാണ് OPDക്കായി ആശ്രയിക്കുന്നത്. ഈ പ്രൈവറ്റ് രംഗം ഇത്രയും തഴച്ചു വളർന്നിട്ടും
അത് 50% എത്തിയിട്ടില്ല. ഇനി നമ്മുടെ സഹകരണ മേഖലയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ 50% എന്ന് പറയുന്നത് കുറച്ചും കൂടി അധികമായിരിക്കും. ഇനി OPD ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റു മേഖല നോക്കിക്കഴിഞ്ഞാൽ അവിടെയും യഥാർത്ഥത്തിൽ പൊതുമേഖലയാണ് ഒന്ന് കടപിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊതു ആരോഗ്യത്തെ തകർത്താൽ മാത്രമേ ഒരു രോഗിയെ ഒരു ലാഭ ഘടകമായി കാണുന്ന പിയുടെ സാമ്പത്തിക ശാസ്ത്രം വിജയിക്കുകയുള്ളൂ. അപ്പോൾ ആർക്കു വേണ്ടിയാണ് നമ്മുടെ ഈ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ പമ്പരം കണക്കിന് പരമ്പരകൾ തീർക്കുന്നത് എന്നുള്ള കാര്യം നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കണം. നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമാണ് പൊതുവാരോഗ്യ രംഗം. അതിൽ പ്രശ്നങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം. പക്ഷേ അവയൊക്കെ അതിജീവിക്കണം, അവയ്ക്കൊക്കെ പരിഹാരം കാണണം. പക്ഷേ അടച്ചാക്ഷേപിച്ച് ഈ സ്വകാര്യ മൂലധനത്തിന്റെ പിടിയിൽ അകപ്പെട്ട ആശുപത്രികളിലേക്ക് രോഗികളെ ആട്ടിപ്പായിക്കാനുള്ള കുതന്ത്രവും ഗൂഢതന്ത്രവും തിരിച്ചറിയേണ്ട ഒരു ബാധ്യത നമ്മുടെ പ്രേക്ഷകർക്കുണ്ട്, നമ്മുടെ വായനക്കാർക്കുണ്ട്. ഇത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യം നിങ്ങളോട് സംസാരിച്ചത്.